ഹലോ ഗായ്സ്, ഞാൻ ദേ കങ്കാരുവിനെ തൂക്കിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? അതെ, ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടി പോവുകയാണേ. സത്യത്തിൽ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി, ഇപ്പോഴാണ് ഇടാനൊരു ടൈം കിട്ടിയത്. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ട് പോകണം. ഞങ്ങൾ കാത്തിരുന്ന ഒരു യാത്രയാണ് ഇത്. ഒരു ഡ്രീം ട്രിപ്പാണ് ഞങ്ങളുടെ. കുറച്ച് നാളായി ഞങ്ങളിങ്ങനെ ഈ ട്രിപ്പിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലൊന്നും അധികം ആൾക്കാരും ഒന്നുമില്ല, പക്ഷേ ഓട്ടോ സ്റ്റാൻഡിൽ ഇഷ്ടംപോലെ ഓട്ടോയും ഓട്ടോ ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. ഇവിടെ ഇക്കാടെ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട്. സത്യത്തിൽ ഇക്കാടെ കമ്പനി മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ട്രിപ്പും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഫാമിലിക്കും ഉണ്ട്. സോ ഞങ്ങളെല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു. ഞങ്ങൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി. ഇനി നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കണം. ഇക്കതെ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. അതുകൊണ്ട് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. തക്കുവാണെങ്കിൽ പിന്നെ പറയണ്ട. ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ടൊക്കെ ഫ്ലൈറ്റിൽ പോകണം എന്നാ പോകുന്നത് എന്നൊക്കെ അങ്ങ് ചോദിച്ച് ശല്യം ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇക്കതെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. നമുക്ക് 4 പേർക്കുള്ള ബോർഡിംഗ് പാസ്സെല്ലാം എടുത്തു. ഇനി നമുക്ക് ലഗേജ് കൊടുത്തു വിടണം. കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ആയിട്ട് നമുക്ക് ലഗേജ് കയ്യിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ബാഗ് മാത്രം കയ്യിൽ വെച്ചിട്ട് നമ്മൾ ബാക്കിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് ഫ്ലൈറ്റിൽ കയറാമെന്ന്. ഫ്ലൈറ്റ് കയറാൻ ഇനിയും ടൈമുണ്ട് ഒരുപാട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിനകത്തുനിന്ന് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്കായിട്ട് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ഞാനും ഉക്കായനായിട്ട് കോഫി വാങ്ങിച്ച് കഴിച്ചു. പിന്നെ വടയും ഉണ്ടായിരുന്നു. ഇസാപ്പിയൊക്കെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവളുടെ മൂടാകെ പോയിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പിന്നെ പ്രൈസിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ എയർപോർട്ടിലെ. ഞാൻ പിന്നെ പ്രൈസൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുമായിരുന്നു. പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ. റേറ്റ് എത്ര ഉണ്ടായാലും നല്ല ഫുഡായിരുന്നു. നല്ല കോഫി ആയിരുന്നു. ഞാനും കൈയും കോഫി കഴിച്ചു. കട ഫ്രണ്ട് അപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനതിൻ്റെ വടയുടെ വലിപ്പമൊക്കെ നോക്കി അന്തം വിടുമായിരുന്നു. ഊട്ട വളരെ ചെറുതായിരുന്നു. പ്രൈസ് എത്ര ഉണ്ടായാലും വട എന്തായാലും അത്യാവശ്യം നല്ല വലിയ വടയായിരുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കൈയും വടയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റിനെ പറ്റി പറയുമായിരുന്നു. വടയുടെ ഊട്ട വളരെ ചെറുതായിപ്പോയി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇസാപ്പി ഡയപ്പർ മാറ്റാനായിട്ട് ഞാൻ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി. തിരിച്ച് വന്നത് ഇവിടെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായി വരിക. കുറച്ച് നേരം മക്കൾ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിച്ചു. അങ്ങനെ അവർ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയി. ട്രിവാൻഡ്രത്തു നിന്ന് ഋഷികേശിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് പിന്നെ ഡെറാഡൂൺ എയർപോർട്ടിലോട്ട് പോകണം. കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് കേട്ടോ. പിന്നെ ഡെറാഡൂൺ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഋഷികേശിലോട്ട് ടാക്സിയിൽ പോവും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ പാർട്ട് 2 കാണണം എന്നുള്ളവർ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.